ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ വൺ ആൻഡ് ഓൺലി നെഫ്യൂ, അതായത് എൻ്റെ ചേച്ചിയുടെ കൊച്ചിൻ്റെ ചോറൂണാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടി രാവിലെ ഒരുങ്ങി എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് ഭയങ്കര, എൻ്റെ ചേച്ചിയുടെ കുട്ടി എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് ഭയങ്കര ഇമോഷനാണ് എപ്പോഴും. അതായത് ഞാൻ പലപ്പോഴായിട്ട് പറയാറുള്ളതാണ്, അതായത് പ്രസവിച്ച ആളാണെങ്കിലും മനസ്സുകൊണ്ട് ആദ്യമായിട്ട് അമ്മയായത് ഞാനാണ്. പക്ഷെ എൻ്റെ ചേച്ചിയുടെ അങ്ങോട്ട് പോകുന്നതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ ഒരു വ്യൂ അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര രസമാണ്. എനിക്ക് ഈ ഗ്രാമാന്തരീക്ഷങ്ങൾ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കിങ്ങനെ കടലും ഗ്രാമത്തിലല്ലോ കടൽ, ഈ മറ്റേ വയലും ഈ തോടും അങ്ങോട്ട് പോയി എൻ്റെ ചേച്ചിയുടെ വീട് വരുന്നത് കാവാലത്താണ്. അപ്പോൾ ഭയങ്കര രസമാണ്. അവിടെ ഏത് സീസൺ പോയാലും അത് ഓരോ സീസണും അതിൻ്റേതായ ഭംഗിയാണ്. ഇവിടെ ഇപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ. ഞാൻ വന്നപ്പോൾ നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ പുള്ളിക്കാരനെ കുളിപ്പിച്ച് കിടത്തി ഉറക്കിയിട്ട് എൻ്റെ ചേച്ചി അവളുടെ ആർട്ടിസ്റ്റിക് സ്കിൽസൊക്കെ, മേക്കപ്പ് സ്കിൽസൊക്കെ ഇങ്ങനെ അവൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് അവൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇതെൻ്റെ ഫ്രണ്ട് മേടിച്ച് കൊടുത്ത ഷർട്ടാണ്. അപ്പം ഞങ്ങളെല്ലാവരും അങ്ങനെ അമ്പലത്തിൽ വന്നു. എല്ലാവരും നിന്ന് ഇങ്ങനെ ചോറ് കൊടുക്കാൻ നമ്മൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി പോയി. എന്നാലും എല്ലാവരും, ഇതാണ് എൻ്റെ ചേച്ചി ഗൈസ്, ഇതാണ് എൻ്റെ അച്ഛമ്മ. നമ്മളെല്ലാവരും അമ്പലത്തിൽ വന്നു. അപ്പം അവന് ചോറ് കൊടുക്കാനെത്തി. അവനാണ് ഭയങ്കര എക്സൈറ്റഡ്. ആദ്യമായിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, ഇന്ന ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ അതും നമുക്കും ഒരു അവന് ഫുഡൊക്കെ കഴിക്കാൻ, അവന് ഫുഡ് കൊടുക്കാൻ പോകുന്നപ്പോൾ ഞാൻ അവൻ ഇത്ര വളർന്നല്ലോ എന്നൊരു ചിന്ത. അതായത് ജനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് അവധിയുള്ള ഒരു സമയമായിരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തത് അവൻ്റെ കൂടെയായിരുന്നു. പണ്ട് കോളേജ് കഴിഞ്ഞാൽ ഇതിലൊക്കെ തിരിഞ്ഞ് ഏറ്റവും ലേറ്റായിട്ട് വീട്ടിൽ കയറുന്നത് ഇവനുണ്ടായ പിന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ പറക്കുവാണ് വീട്ടിലോട്ട് വരെ ഇവനെ കാണാനായിട്ട്. ശരിക്കും ഇവൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോയപ്പം ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ഞാനായിരുന്നു. കാരണം വൈകുന്നേരം വരുമ്പോൾ വീട്ടിൽ ഭയങ്കര ഒരു സ്പേസ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ചോറിന് പൂജാരി വന്ന് ചോറൊക്കെ പൂജിച്ച് അവന് ചോറ് കൊടുക്കുകയാണ്. ശരിക്കും അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചോറൊക്കെ. അത് ഓരോരുത്തർ കൊടുക്കുമ്പോഴേ അവനിങ്ങനെ തരൂ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു അവൻ്റെ ഓരോരോ പുതിയ കാര്യങ്ങൾ നമുക്ക് വളരെ ഇമോഷനുള്ള കാര്യമാണ്. കണ്ടില്ലേ, അവന് ചോറ് കൊടുത്തപ്പോൾ അവൻ ആദ്യം ചോറും നെയ്യും കൊടുത്തു. അപ്പോൾ അവനത് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ പായസം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. എല്ലാവരുടെയും കയ്യിൽ നിന്ന് മേടിച്ചു തന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഓരോ കുട്ടികളൊക്കെ ഇങ്ങനെ ഈ ചോറൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ ഇവന് പായസമൊക്കെ കിട്ടിയപ്പോൾ ഹി വാസ് സോ ഹാപ്പി. പായസം കൊടുത്തപ്പോൾ തരും ഇനിയും തരും. അവൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ചിരിയായിരുന്നു. നല്ല രസമായിരുന്നു. ഒരു നല്ലൊരു ബ്ലെസ്ഡ് ഫീലിംഗ് ആയിരുന്നു. എൻ്റെ ചേച്ചി നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളല്ലേ. അതായത് എൻ്റെ ചേച്ചിയായിരുന്നു, പിന്നെ അവളൊരു ഭാര്യയായി, പിന്നെ ഒരു അമ്മയായി, ഞാനൊരു മേമ്മയായി. ഇത് അരുൺചേട്ടൻ്റെ അച്ഛനാണ് കേട്ടോ. അരുൺചേട്ടൻ്റെ അച്ഛൻ കൊടുത്തു, അരുൺചേട്ടൻ്റെ അമ്മ കൊടുത്തു. ഇത് പിന്നെ അവൻ്റെ ചേട്ടൻ, അതായത് അരുൺചേട്ടൻ്റെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ, യാദവ് ചോറ് കൊടുത്തു. അവൻ എല്ലാവരുടെയും കയ്യിൽ പായസം കൊടുക്കുന്ന പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് എല്ലാവരും അവന് പായസം കൊടുത്തു. അവന് പായസം ഓരോരുത്തർ കൊടുക്കുമ്പോഴും പറയും തരൂ ഞാൻ ഇനിയും കഴിക്കാമെന്ന് പറഞ്ഞാണ് അവൻ ഓരോ തവണയും പായസം കഴിച്ചുകൊണ്ടിരുന്നത്. കണ്ടോ, ഇത് ചോറിനാൻ വേണ്ടി ഭയങ്കര ഇവൻ്റെ എക്സൈറ്റ്മെൻറ്റ് ശരിക്കും എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇത് എൻ്റെ അച്ഛനാണ് ഗൈസ്. ഇത് അരുൺചേട്ടൻ്റെ പെങ്ങളുടെ കുട്ടിയാണ്, നന്ദുട്ടി. എല്ലാവരും ചോറ് കൊടുത്തു. പിന്നെ അത് പെങ്ങളുടെ രണ്ടാമത്തെ കുട്ടിയാണ്, കുഞ്ഞാപ്പൻ. പിന്നെ ഇതാണ് അരുൺചേട്ടൻ്റെ പെങ്ങൾ. എല്ലാവരും കൊടുത്തു. ശാന്തി രസമായിരുന്നു ഗൈസ്. അനുഷ ചേച്ചി കൊടുത്തു. അതിനുശേഷം യാദപ്പൻ കൊടുത്തു. അവനാണ് കേട്ടോ അവൻ്റെ ആ വീട്ടിലെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ്. യാദപ്പനാണ് കേട്ടോ. അവൻ അംഗനവാടി പോകുന്ന പ്രായം, ഇവനാണ് എഴുതി പോലും നടക്കാനുള്ള പ്രായമായില്ല. പക്ഷെ അവനൊന്ന് എഴുന്നേറ്റ് ഓടിയൊക്കെ കളയുന്നുണ്ട്. ഇനി നമ്മുടെ കഥാനായിക, അതായത് ഞാൻ കൊടുക്കുകയാണ് ഗൈസ് എൻ്റെ നെഫ്യൂവിന്. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അവൻ്റെ ഫസ്റ്റ് ചോറൂണെന്നൊക്കെ പറയുന്ന അടിപൊളിയില്ല. അവൻ്റെ ചോറൂണെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഒക്കേഷനായിരുന്നു. സോ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവൻ്റെ ആ ഒരു ഇത് കാണാൻ. പിന്നെ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് അത് കാണാൻ പറ്റി. പിന്നെ ഇത് അനുഷ ചേച്ചിയുടെ ഭർത്താവാണ്, നമ്മുടെ അജയ് ചേട്ടൻ. പിന്നെ എല്ലാവരും വന്നു. പിന്നെ അതൊരു രസമാണ്, ഒരു വൈബാണ്. നമ്മുടെ ഫാമിലി ഗ്രോ ചെയ്യുന്നു, അതിൽ ഓരോരോ കാര്യങ്ങൾ പുതുതായിട്ട് സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര വൈബാണ്. ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ, സുലോമ കൊടുക്കുന്നു. എല്ലാവരും കൊടുക്കുമ്പോഴവൻ പറയും തന്നോളൂ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞാണ് അവൻ ഇരിക്കുന്നത്. ഹി വാസ് സോ എക്സൈറ്റഡ് വിത്ത് ദാറ്റ്. അത് കണ്ടപ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്ക് ആണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അന്നേരം അവനെ എടുത്ത് കഴുകിച്ചുകൊണ്ടൊക്കെ വരാൻ പറഞ്ഞു. പിന്നെ എല്ലാവരും എഴുന്നേറ്റ് പോയി അവനെ കഴുകിക്കുന്നു.
അവനാണല്ലോ ഇന്നത്തെ നമ്മുടെ മെയിൻ താരം. അവനെല്ലാവരും മാറി മാറി എടുക്കാനായിട്ട് മത്സരമാണ്. എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കുകയോ വേണം, അവനെ എടുക്കുകയോ വേണം. ആകപ്പാടെ ഒരു റഷായിരുന്നു. പക്ഷെ കൊള്ളായിരുന്നു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൻ്റെ അമ്മയുടെ പാപ്പം കുടിച്ച് അവൻ മടുത്തു. എന്നിട്ട് അവന് പുതുതായിട്ട് എന്തെങ്കിലും കഴിച്ചതിനൊരു സന്തോഷമായിരുന്നു അവൻ്റെ മുഖത്ത് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളി. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഒരു അലമ്പും ബഹളവും കരച്ചിലും പിച്ചിലും ഒക്കെ ആയിട്ട് നടക്കുന്ന പുള്ളിയാണ്. പക്ഷേ അതിനുശേഷം അമ്പലത്തിൽ തുലാഭാരമായിരുന്നു കേട്ടോ. അപ്പോൾ തുലാഭാരം എൻ്റെ പൊന്ന്, തുലാഭാരത്തിനൊക്കെ ഓരോ പിള്ളേരിരുന്ന് കാറൊന്നും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അവൻ കൂൾക്കൂളാണ്. അവൻ ആരുടെ നെഫ്യൂ? എൻ്റെ എല്ലാ ഗുണങ്ങളുള്ള എൻ്റെ നെഫ്യൂ കണ്ടോ. അവനെ തുലാഭാരത്തിന് കിടത്തിയപ്പോൾ സാധാരണ ഇങ്ങനെ പിള്ളേരൊക്കെ ഭയങ്കര കാറ് പൊളിച്ച്, ഇവരാണെങ്കിൽ ഓക്കെ എന്തോ നടക്കുന്നു, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അവനെ അതിൽ കിടക്കുമ്പോൾ നമുക്കൊരു പേടി. പക്ഷേ വീരൊന്നുമില്ല. എന്നാലും അത് എന്താണ്, അതൊരു ചടങ്ങല്ലേ. അവൻ അതും എൻജോയ് ചെയ്യാം. അവൻ എല്ലാം എൻജോയ് ചെയ്യുന്ന ടൈപ്പാണ്. സോ എല്ലാവരും അത് കണ്ടു നിൽക്കുന്നവർക്ക് അത് ചിരിയും വരും. അതാണ് അതിൽ രസം. അതൊരു ക്യൂട്ട്നെസ്. ഒരു രക്ഷയില്ല ഇത് പറയാതിരിക്കുക. ഞാൻ തുലാഭാരം ഇങ്ങനെ മറ്റുള്ളവർക്ക് നടത്തുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമുക്ക് അവൻ്റെ തുലാഭാരമൊക്കെ കഴിഞ്ഞ് അവൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ടെമ്പിൾ വിസിറ്റാണ്. അവൻ ആദ്യമായിട്ട് ജനിച്ചിട്ട് ആദ്യമായിട്ട് അമ്പലത്തിൽ പോകണം. അപ്പം നമ്മൾക്ക് ആ ചോറൂടിനാണ് കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോട്ടോ സെക്ഷനായിരുന്നു. പിള്ളേരെല്ലാം പിടിച്ചിരുത്തുന്നു. അയ്യോ, പിള്ളേരെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാന്ന് പറയുന്നത് ഭയങ്കര പരിപാടി. ഒരാളെയും പിടിച്ചിരുത്തുമ്പോൾ അടുത്ത ആളുകൾ ഇങ്ങനെ പിള്ളേരെയൊക്കെ പിടിച്ചിട്ട് പിന്നെ അവിടുത്തെ വ്യൂ ആണ് ഗൈസ്. ഇതിങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര രസമാണ്. അവിടെ പോയാൽ ഭയങ്കര രസമാണ്. എന്നിട്ട് പിന്നെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി എൻ്റെ അമ്മ അവനെ കളിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. അമ്മയെ അവന് കാര്യമായ എന്തോ ചർച്ചയിലാണ്. അവനോട് വർത്തമാനം പറയുന്നത് അവന് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. എൻ്റെ അമ്മയാണെങ്കിൽ ലോക ചരിത്രം മുഴുവൻ. ഇത് പിന്നെ അവിടുത്തെ 2 പട്ടിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് അന്നയുടെ കുട്ടിയാണ്, അത് സുന്ദരി. ഇത് രസമാണ് കേട്ടോ. ഒരു പരിചയമില്ല. അത് എന്നോട് ഒരാൾക്ക് എന്തൊരു സ്നേഹമായിരുന്നു. പക്ഷേ പാവമായിരുന്നു കേട്ടോ. ഇവിടുത്തെ കണ്ടില്ലേ, ചോറ് കൊടുക്കാനായിട്ട് അതുങ്ങൾ അയച്ചു വിട്ടപ്പോഴത്തെ ഒരു കളിയായിരുന്നു കേട്ടോ. ഭയങ്കര രസമാണ്. ഇത് ടോയ്പോം നമ്മുടെ പിള്ളേർക്ക് കളിക്കാൻ വെച്ചിരുന്നൊരു ഊഞ്ഞാല കയറിയിരുന്നു. ഞാനാണ് ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ വ്ലോഗ് എൻഡ് ചെയ്യാറായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് ഇന്നത്തെ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ വ്ലോഗ് അങ്ങ് അവസാനിപ്പിക്കാം. ബൈ ഗൈസ്.